യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു. സിവിൽ സ്റ്റേഷനിന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. കപ്പലാടി ഉലയുന്നു. കെട്ടിടങ്ങൾ തകരുന്നു. പാവം ജനത മരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് ഭാരത് മാതാ ജയ് ജയ് ബിജെപി. പാലക്കാട് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. സിവിൽ സ്റ്റേഷന് മുന്നിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലാണ് യുവമോർച്ച പ്രവർത്തകർ അവിടെ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്ത്, അവിടെ വാക്കേറ്റത്തിലേക്കും സംഘർഷത്തിലേക്കും ആ പ്രതിഷേധം നീങ്ങുകയാണല്ലോ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി പത്മ, തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അതായത് കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷന്റെ പുറത്തേക്കല്ല, അകത്ത് കയറി വന്നിട്ടാണ് ഇത്തരത്തിൽ ശവമഞ്ചം ഉയർത്തിക്കൊണ്ട് DMO ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. അതിന് പോലീസ് തടയുകയും വലിയ തരത്തിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞ് പ്രവർത്തകരെ ഇവിടെ സിവിൽ സ്റ്റേഷന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി വലിയ
കൊണ്ട് വണ്ടി തടയുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യം, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഈ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഇപ്പോൾ പ്രശാന്ത് ശിവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്ര പേർക്കാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഏതാണെങ്കിലും പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. ഒരു ഭാഗം പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ തുടരുന്നത്. അല്പസമയത്തിന് മുമ്പായിരുന്നു ഇവിടെ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് ലാത്തിചാർജിലേക്ക് ഉൾപ്പെടെ നീങ്ങുന്ന സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധവും. ഇത്തരത്തിൽ ഒരു ഭാഗം പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. മറ്റ് പ്രവർത്തകർ ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തുകയാണ്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ശവമഞ്ചം ഉയർത്തിക്കൊണ്ടുള്ള യുവമോർച്ചയുടെ പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അത് മറ്റ് പ്രവർത്തകർ തടയുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വാഹനം കടത്തിവിടില്ല എന്നുള്ളൊരു സമീപനം സ്വീകരിച്ച് പ്രവർത്തകർ മുമ്പിൽ കയറി നിൽക്കുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിൽ വാഹനം കടത്തിവിടില്ല എന്നുൾപ്പെടെയാണ്. പക്ഷേ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ മാറ്റിക്കൊണ്ട് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും പ്രതിഷേധം തുടരുകയാണ്. കസ്റ്റഡിയിലെടുത്ത് പ്രവർത്തകരെ കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പോലീസ് വാഹനം കടന്നു പോവുകയാണ്. പോലീസ് വാഹനം കടന്നു പോകാൻ നേരത്താണ് പ്രവർത്തകരെ രണ്ട് സൈഡിലേക്കും മാറ്റിക്കൊണ്ട് വാഹനം കടത്തിവിടാനുള്ള ശ്രമമാണ്. ഇത് കടത്തിയിട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ കൊണ്ടുപോവുകയാണ്. വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്ന് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതിഷേധങ്ങളാകെ കനത്ത മഴയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ആരംഭിച്ചുകൊണ്ടും കനത്ത മഴയായിരുന്നു. അതിന് പിന്നാലെ ഈ മഴയത്തും പാലക്കാട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ ലാത്തി ചാർജ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പൂർണ്ണമായും മാറ്റിയതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരും ശവമഞ്ചവുമായി സിവിൽ സ്റ്റേഷന്റെ ഉള്ളിലെത്തി DM ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് ഒരു വിഭാഗം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. ലക്ഷ്മി പത്മ. യുവമോർച്ച പ്രവർത്തകരെയാണ് അവിടെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പോലീസ്. സിവിൽ സ്റ്റേഷന് മുന്നിലേക്കാണ് യുവമോർച്ച പ്രതിഷേധം നടന്നത്. പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് ആണ് പ്രവർത്തകർ ഇന്ന് പ്രതിഷേധമായി എത്തിയത്. ശവമഞ്ചവുമായി എത്തിയായിരുന്നു പ്രതിഷേധം. അവരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. അത് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് വഴിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.